മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡിന്റെ രണ്ടാം തരംഗം ഒട്ടുമിക്ക രാഷ്ട്രങ്ങളിലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ക്രമാതീതമായ വർധനവാണ് ദിനം പ്രതി രേഖപ്പെടുത്തുന്നത്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ ദിവസം 19,000-ൽ പരം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിനാൽ തന്നെ രാജ്യാന്തര യാത്രാ വിലക്ക് വീണ്ടും വരുമോ എന്നുള്ള ആശങ്കയിലാണ് പ്രവാസ ലോകം. ഇന്ത്യയിൽ കണ്ടെത്തിയ ഇരട്ട ജനിതക വ്യതിയാനം വന്ന B1617 എന്ന വ്യാപനശേഷിയുള്ള വൈറസാണ് വീണ്ടും യാത്രാ നിരോധനവും നിയന്ത്രണവും വന്നേക്കുമോ എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയിൽ കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പല രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വരികയാണ്. ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. UK-യിലേക്ക് താൽക്കാലികമായി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും പ്രയാസകരമാണ് തീരുമാനമെങ്കിലും വേറെ നിർവാഹമില്ലെന്നാണ് UK ഹെൽത്ത് സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് പറഞ്ഞത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന UK ഐറിഷ് പൗരന്മാർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇതിനോടകം തന്നെ അമേരിക്കയും തങ്ങളുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കടന്നുവന്ന ദുരിതങ്ങൾ നിറഞ്ഞ ആ പഴയ നാളുകളെ ഓർമ്മിപ്പിക്കും വിധമാണ് സാഹചര്യങ്ങളുടെ പോക്ക്. ഗൾഫ് മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തിയാൽ 10,000-കണക്കിന് പ്രവാസികൾ പ്രതിസന്ധിയിലാകും. ഇതിനു മുന്നോടിയായി തന്നെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഏപ്രിൽ 22 വ്യാഴാഴ്ച മുതൽ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള യാത്രകൾ അടിയന്തര സാഹചര്യത്തിലില്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് ഒമാനും വ്യക്തമാക്കി. അതേസമയം സൗദി അറേബ്യ അടുത്ത മാസം 17-ന് അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണെങ്കിലും ഇന്ത്യയിലേക്കുള്ള സർവീസിന്റെ കാര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറയുകയാണെന്ന് ട്രാവൽ ഏജൻസികളോടടുത്ത വൃത്തങ്ങൾ പറയുന്നു. സൗദിയും ഇന്ത്യയും തമ്മിൽ പരിമിത സർവീസുകൾക്കായുള്ള എയർ ബബിൾ കരാർ പോലും നിലവിലില്ല. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് സൗദിയിൽ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് 14 ദിവസത്തിനിടെ ഇന്ത്യയിൽ താമസിച്ചവർക്കാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് ഇപ്പോൾ പോയാൽ തിരിച്ചുവരവ് തടസ്സപ്പെടുമോ എന്ന ആശങ്ക കാരണം എല്ലാ GCC രാജ്യങ്ങളിലും പ്രവാസികൾ യാത്ര മാറ്റിവെച്ചിരിക്കുകയാണ്. പെരുന്നാൾ നാട്ടിൽ ചിലവഴിക്കാമെന്നാണ് പലരും കണക്ക് കൂട്ടിയിരുന്നത്. കോവിഡ് വ്യാപനം കൂടിയതോടെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ആയതിനാൽ തന്നെ വരും നാളുകൾ പ്രവാസികൾക്ക് പരീക്ഷണത്തിന്റെ നാളുകളാകുമെന്നതിൽ സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.